അപ്പോൾ ഞങ്ങൾ പരിപാടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. രാവിലെ കുറച്ച് നേരത്തെ പോകണം. ഇവിടെ നിന്ന് കുറേ ദൂരമുണ്ട് അങ്ങോട്ട് പോകാൻ. അതെന്താണ് കോവിൽ വിളി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. കോവിൽ വഴി. ലീ നല്ലോണം വരുന്നില്ല. ഇവിടെ സംസാരിച്ച് ശീലമായി പോയതുകൊണ്ടേ ലീ എന്ന് പറഞ്ഞ് വരുന്നില്ല. എന്നെ എടുത്തിട്ട് இருக்கிற அதெல்லாம் எதுக்கு எடுத்துட்டு இருக்கிற? அம்மூമ്മ இந்த எடுத்துட்டு വന്തേര് വണ്ടിയിലേറ് വാ, വണ്ടിയിലേറ്. അമ്മൂമ്മയാണിത്. ഞങ്ങൾ പോവാണ്. ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡാണിത്. വണ്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നതുകൊണ്ട് കറക്റ്റ് വീടൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഇനി അടുത്ത് വീഡിയോ തിരിച്ചു വരുമ്പോൾ വേണമെങ്കിൽ കാണിക്കാം. ഇനി അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്താണെന്നറിയില്ല. എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതും കൂടി എടുക്കാൻ നോക്കാം. അവിടെ ഒരു അമ്പലം ഒന്നുണ്ട്. ഇതിൽ ഈ മോഡിൽ സൂം ചെയ്ത് കാണിക്കാൻ പറ്റില്ല. ഇത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ വൈഫും കൊച്ചൊന്നും വന്നില്ല. അവരിന്ന് സ്കൂളിൽ പോകുന്നതുകൊണ്ടേ ആരും വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മാത്രം വന്നത്. അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്ത് ഇപ്പോൾ ഇവരെയും വിളിച്ചുകൊണ്ട് പോകണം. ഈ പോകുന്ന വഴി ഫുഡ് കഴിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. രാവിലത്തെ ഞാൻ ഫുള്ള് വൈറ്റ് ആൻഡ് വൈറ്റിൽ நல்லா சாத்து இரு. ആ ഇതേവിടെ ഒരു ചേച്ചി പോകുന്നുണ്ടില്ലേ. ഇവിടെയൊക്കെ മൊത്തം എല്ലാം കൃഷിയാണ്. അമ്മൂമ്മയ്ക്ക് പെട്ടെന്ന് ചെവിയൊന്നും കേൾക്കില്ല. നല്ല പ്രായമായിപ്പോയി. അതുകൊണ്ട് എന്തെങ്കിലും സംസാരിക്കണം. ഞാൻ രാവിലെ ഫുഡും കഴിച്ചിട്ടില്ല, എനർജി ഇല്ല. അതുകൊണ്ട് ഇപ്പം സംസാരിക്കുന്നില്ല. எங்க போற? நீ எங்க போறேன்னு? எங்க திருப்பூருக்கு தான். திருப்பூர் செட்டிப்பாளையம். செட்டிப்பாளையம். ഞാൻ മാറ്റി പറഞ്ഞു. കോവിൽ വെളി എന്ന് പറഞ്ഞ് മാറിപ്പോയി. അമ്മൂമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് മരിച്ചു പോയത്. അവർ മരിച്ചിട്ട് ഇന്ന് 16ാമത്തെ ദിവസമാണ്. അതിൻ്റെ പരിപാടിക്ക് വേണ്ടിയാണ് പോകുന്നത്. ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്താണെന്നറിയില്ല. ഈ റോഡുകളിലൊക്കെ വണ്ടി വരുന്നത് കുറവാണ്. അതുകൊണ്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാനിത് ഇൻസ്റ്റാഗ്രാം പേജ് ഓപ്പൺ ചെയ്തിട്ടില്ല. അതും കൂടി ഓപ്പൺ ചെയ്താൽ ഷോർട്സ് വീഡിയോസ് ഒക്കെ എടുത്തിടാമായിരുന്നു. ഇനി ഇൻസ്റ്റാഗ്രാം പേജ് ഓപ്പൺ ചെയ്യണം. ഓക്കെ. ഇനി എല്ലാം ഇത് കുറച്ച് വളവുകളൊക്കെ ആയിരിക്കും. റോഡ് നല്ല റോഡാണ്. പിന്നെ വിശപ്പെടുക്കുന്നു. അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് വീഡിയോ എടുക്കാം. ഇവിടെ നിന്ന് ടൗണിലൊക്കെ പോകണമെങ്കിൽ നല്ല ദൂരമുണ്ട്. കണ്ടോ, കടകളൊന്നുമില്ല. ആകെ ഈ ഒരു കടയേ ഉള്ളൂ.
ഇവിടെയാണ് വന്നിട്ട് ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. കൊള്ളാം ടേസ്റ്റൊക്കെ. ചെറിയൊരു ഹോട്ടലാണ് ഇപ്പോഴാണ് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ഗണപതി മെസ്. ഈ സ്ഥലം ഊതിയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഊതിയൂർ ഭയങ്കര വെയിലാണ്, തന്നെ നല്ല ചൂടാണ്. ஏது ஊதியூர் ஸ்டேஷன் அங்க இருக்குது. நான் கொஞ்சம் தெம்பறேன். അപ്പോൾ ഇത് മെയിൻ റോഡാണ്, അതുകൊണ്ട് അയ്യോ റോഡ് മാറിപ്പോയി. ശരി, ഞാൻ പിന്നെ അവിടെ പോയിട്ട് വീഡിയോ എടുക്കാം. വേറെന്തോ ഒരു തിങ്ക് ചെയ്തിട്ട് റൂട്ട് മാറി. കുറച്ചും കൂടി മുമ്പിൽ പോയാലേ തന്നെ എടുത്ത് വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ തന്നെ എടുക്കാൻ നോക്കാം. വണ്ടിയൊന്നുമില്ല. ഞങ്ങൾ പരിപാടി നടക്കുന്ന സ്ഥലത്തിലേക്ക് എത്തി. ഇതാണ് സ്ഥലം, കണ്ടില്ലേ? എൻ്റെ കാർ അവിടെ നിൽക്കുന്ന കണ്ടില്ലേ? എല്ലാം മൊത്തത്തിൽ കൃഷിയാണ്. ഇത് വലിയൊരു കൃഷിയാണ്. ഇത് ട്രാക്ടർ, പശുക്കളൊക്കെ ഉണ്ട്. ബന്ധുക്കളൊക്കെ അവിടെ ഇരിക്കാൻ എല്ലാവരും. എല്ലാവരും അമ്മൂമ്മയാണ്. വീഡിയോ എടുത്തു வீடியோ எடுக்கிற உங்களையில போட்டோ எடுக்கிற திரும்ப சொன்ன திரும்ப அணைகிறீங்க. ഇന്നാണ് എല്ലാവർക്കും മൂത്തമ്മ. ഇവരുടെ ഹസ്ബൻഡാണ് മരിച്ചത്. അപ്പം ഇതേ ആ മുട്ടയടിച്ച് നിൽക്കുന്നതാണ് അവരുടെ മോള്. ഫേസ് കാണിക്കാൻ പറ്റില്ല. ഇതവരുടെ മരുമോൻ, അതായത് അമ്മൂമ്മയുടെ മോളുടെ ഹസ്ബൻഡ്. ഇവരാണ് ഇതിപ്പോൾ കൊടുമുടി പോയിട്ട് വന്നതാണ്. കൊടുമുടിക്ക് രാവിലത്തെ ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. ഇനി ഞങ്ങൾ ഫുഡൊക്കെ അടിച്ചിട്ട് ഉച്ചയാകുമ്പോൾ എല്ലാവരും ഇറങ്ങും. ഇവരുടെ കൂടെ ജനിച്ചത് മൊത്തം 5 പേരാണ് പെൺമക്കൾ. ഇവരൊരാൾ, പിന്നെ അവിടെ നിൽക്കുന്ന ഒരാൾ, ആ ഗ്രീൻ സാരി, പിന്നെ ഇതെൻ്റെ അമ്മൂമ്മ. ഇവർ 3 പേരായില്ലേ. പിന്നെ അതെൻ്റെ അമ്മ, ആ ഓറഞ്ച് സാരി, പിന്നെ ഗ്രീൻ കളറ്, അതൊരു അമ്മൂമ്മയുടെ മോളാണ്. അമ്മൂമ്മ വന്നില്ല. கலையரிசி இன்னொன்று திண்ணீர் கொட்டி அப்படியே சைடில் கொஞ்சம் கொட்டி வைங்க. வேற எத்தனை சோடத்தை வச்சு திண்ணீர் எடுக்கிறோம். சாமி கும்பிட்டு
எரியுதுங்க காத்து இன்னொரு சூட வைங்க காத்து ஒன்று மட்டும் வைப்பா ஒன்ன ஓரமா வையே மறுபடியும் நடிச்ச கையை வச்சுட்டு இன்னும் தானே லோட் வைங்களா இந்த கொண்ட பத்த வை போதுமா கொண்டுக்கல வாங்க நிற்கிறியா சரி நின்று கார் രവീനെ അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാറായി. എല്ലാവരും പോയി, ഞങ്ങളാണ് ലാസ്റ്റ്. അപ്പോൾ എൻ്റെ അമ്മ എന്തോ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് പിന്നെയാണ് വീട്ടിലേക്ക് പോകേണ്ടത്. അപ്പോൾ എന്താണെങ്കിലും തിരുപ്പൂർ പോകുമ്പോൾ ഭയങ്കര ട്രാഫിക് ആയിരിക്കും, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതാണ് 16ാമത്തെ കാര്യം. ഇപ്പം നടന്നില്ലേ ചടങ്ങ്, ഇതാണ്. അപ്പം മരിച്ചവർക്ക് 16ാമത്തെ ദിവസം ഇങ്ങനെ എല്ലാവരും ഇതിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് തൊഴുതിട്ട് അവർക്ക് ചോറ് കൊണ്ടുവന്ന് വെക്കും, അല്ലെ പുറത്ത് വെച്ചിട്ടാണ്. ഇത് വന്നിട്ട് കാക്ക കഴിക്കണം, കാകം കഴിച്ചിട്ട് അതിന് ശേഷമേ എല്ലാവരും ഉച്ചത്തെ ഊണ് കഴിക്കുള്ളൂ. എല്ലാവരും കഴിച്ചും കഴിഞ്ഞു. അതിൻ്റെ വീഡിയോസും ഇതിനു മുമ്പ് കാണിച്ച്. ഇതാണ് ചടങ്ങ്. അപ്പോൾ മരിപ്പിൻ്റെ ഇത് ദോഷം കളിക്കുന്ന പോലെയാണ് മരിപ്പ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ മരിച്ച സമയത്ത് എല്ലാവരും പോകുമ്പോൾ ഞാൻ പോയിട്ട് വരുവാണെന്നൊന്നും പറയില്ല. ഇപ്പോൾ എല്ലാവരും പോകുമ്പോൾ ഞാൻ പോയിട്ട് വരുവാണെന്ന് കോട്ടയെന്ന് പറഞ്ഞ് നോർമൽ പറയുന്ന പോലെ പറയും. അത് ഇവിടുത്തെ ഒരു ചടങ്ങിൻ്റെ രീതിയാണ്. ഓക്കെ. അതേ, ഇവിടെ എൻ്റെ അമ്മയ്ക്ക് എന്തോ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ തിരുപ്പൂർ വരെ ഒന്ന് വന്നതാണ്. ഇതെന്തോ ഒരു പുതു ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു എന്താണ് ബാവ മെഡിക്കൽസ്, അപ്പുറത്താണ് മെഡിക്കൽ. അവർ നിൽക്കുന്നില്ല. അതിൻ്റെ മേലൊരു സ്കിൻ ഡോക്ടറിനെ കാണാൻ വന്നതാണ്, എന്തോ ഒരു സ്കിൻ അലർജി എന്ന് പറഞ്ഞിട്ട്. കണ്ടില്ലേ, തിരുപ്പൂരിൽ ഇപ്പോൾ ബിസിനസ് ഭയങ്കര കുറവാണ്. ഈ 50% GST ഇട്ടത് കൊണ്ട് ബിസിനസ് ഭയങ്കര കുറവാണ്. മാക്സിമം ഒന്നും നടക്കാറൊന്നുമില്ല. നടക്കുന്നുണ്ട്, ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും ഇവിടുത്തെ തിരക്കൊന്നും കുറയുന്നില്ല. കണ്ടില്ലേ, വണ്ടികളും കടകളും എല്ലാ ഇതിലും തിരക്കാണ്. പക്ഷെ പണ്ടത്തെ തിരക്കില്ല കേട്ടോ. പണ്ടൊക്കെ ഈ റോട്ടിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഈ സമയത്തൊക്കെ, എല്ലാ സമയത്തും. പക്ഷേ ഇപ്പം ആ തിരക്കൊന്നുമില്ല റോട്ടിൽ. എല്ലാവരും നീ എങ്ങനെ തിരുപ്പൂർ തിരിച്ച് പഴയതിലേക്ക് ആവുന്നറിയില്ല. 50% GST എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് 50% GST ഇട്ടേക്കാണ്. GST അല്ല, GST ടാക്സ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ ഈ ബനിയൻ വേസ്റ്റാണ് ഞാനും ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കോളും വന്നു. ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. ഭയങ്കര ഉറക്കക്ഷീണം. പോയി കിടന്ന് കുറച്ചെങ്കിലും ഉറങ്ങി. രാവിലെ എണീറ്റ് വന്നതാണ്. ഇപ്പം തന്നെ ഭയങ്കര ടയേർഡായിപ്പോയി. ഇനി ഇവിടെ നിന്ന് വണ്ടി ഓടിച്ച് കൊടുവായി എന്ന് പറഞ്ഞ സ്ഥലം പോയി. പിന്നെ അവിടെ നിന്ന് ഊതിയൂർ, പിന്നെ ഊതിയൂരിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകണം. അയ്യോ, ഇപ്പം തന്നെ ഭയങ്കര ടയേർഡായിപ്പോയി. ഇനി ഇപ്പോൾ പോകുന്നറിയില്ല.
ഇവിടെ ഹോസ്പിറ്റലിൽ തിരക്കാണ്. പിന്നെ അവർ പറഞ്ഞതേ ആൾറെഡി കുറേ ആൾക്കാരുണ്ട് നോക്കാൻ, അതുകൊണ്ട് പതുക്കെ നോക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇനി എന്ത് ചെയ്യുന്നറിയില്ല. വല്ലാണ്ടൊരു ടയർഡാണ്. പിന്നെ ഇവിടെ വെയിലും കൂടുതലാണ്. ഈ വെയിലിൽ നടന്ന കാറിലാണെങ്കിലും ഏതിലാണെങ്കിലും വന്നു കഴിഞ്ഞാൽ മൊത്തം എനർജിയും പോകും. ഭയങ്കര പാടാ. തമിഴ്നാട്ടുകാർക്ക് വെയിൽ എത്ര വേണമെങ്കിലും കൊള്ളാം, പക്ഷേ മലയാളികൾക്ക് ഇത്ര വെയിൽ കൊല്ലാൻ പറ്റില്ല. പക്ഷേ തണുപ്പ് എത്ര വേണമെങ്കിലും കൊള്ളാം. അങ്ങനെയാണോ? ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണെന്ന്. തണുപ്പ് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ മലയാളീസിന്. പക്ഷേ ഇവിടെ തമിഴ്നാട്ടിൽ ചൂടാണ്. പക്ഷേ ചൂട് ഞങ്ങൾക്ക് ശീലമായിപ്പോയല്ലോ. ഇവിടുത്തെ ക്ലൈമറ്റ് തന്നെ പണ്ട് തൊട്ട് അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണ് ഞങ്ങളുടെ സ്കിൻ ടോണൊക്കെ ഇത്രയും ഡസ്കി ആയിട്ട് കാണിക്കുന്നത് അല്ലേ. അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഞാനൊക്കെ വെളുത്തു പോകും. ഇത്രയും കരുത്തിട്ടുണ്ടാവില്ല. ഇവിടുത്തെ വെള്ളവും ക്ലൈമറ്റും. നിങ്ങൾ നല്ല വെളുപ്പുള്ള ഒരാൾ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് തിരിച്ചറിയാണ്ടായി പോകും. അത്രയ്ക്കും കരുത്തു പോകും. അത്രയ്ക്ക് വെയിലടിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കുറവാണ്. ഇതിൽ നിന്ന് ഈ കരൂരിൽ നിന്ന് തിരിച്ച് ആ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ 1 മാസമല്ല 15 ദിവസം കൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥയിലേക്ക് ആയിപ്പോകും. ഭയങ്കര വർക്കക്ഷീട്.